ഈ നാട് എനിക്ക് നശിപ്പിക്കണം, എന്നിട്ട് ഇവിടുത്തെ എല്ലാവരെയും എനിക്ക് തീർക്കണം, എന്നിട്ട് ഈ നാടിനക്ക് ആധിപത്യം സ്ഥാപിക്കണം. ആദ്യം ഇവിടുത്തെ കാറുകളെല്ലാം നശിപ്പിക്കാം. ഓഹോ, അവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും നമുക്ക് നശിപ്പിക്കാം. നമുക്ക് ഈ ഡിഫൻഡറെ നശിപ്പിക്കാം. ഓടിച്ചേക്കണു. ഞാനാടെ ഹൽക്ക്, എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. എന്നാൽ ഇനി ഒരിക്കലും പറ്റില്ല. നിന്റെ ഒരു ലംബോർഗിനി ഏതാറിലാണ് പൊട്ടിച്ചേക്കാം. നീ ഇങ്ങനെ ചിലക്കാണ്ടല്ലോ. ആരുടെ ഹൽക്കിന് മുമ്പ് കൂടി ഇങ്ങനെ നടക്കാന്? പോടാ. അവനൊരു ഇടിക്കുള്ളവന്, അവൻ ചത്തു. നമുക്ക് അടുത്ത ആളെ നോക്കാം. ഈ നാട്ടിലത്തെ എല്ലാവരെയും നമുക്ക് തീർക്കണം. ഞാനാണ് ഹൾക്ക്. ഇവിടുത്തെ എല്ലാവരെയും ഞാൻ തീർക്കും. എല്ലാം ഞാൻ നശിപ്പിക്കും. ഇവിടുത്തെ രാജാവാണ് ഞാൻ. എവിടെ ഒരു ബൈക്ക്? ഇയാൾ മുഖത്ത് കാണാൻ ചാടാം. ചത്തില്ല എന്നാണ് കൊടുക്കുന്നത്. വേണ്ട, അയാൾ രക്ഷപ്പെട്ടോടെ പാവാണ്. നമുക്ക് ആ ബൈക്കിനെ പിടിക്കാം. നിക്കടാ അവിടെ. എടാ ബൈക്ക്, അവിടെ നിക്ക്. എനിക്കൊരു കാര്യം പറയാണ്ട് എന്നോട്. അവിടെ നിക്കടാ. അവനെ തീർത്ത. നമ്മളവനെ തീർത്തു പോണ്. ഞാനാണ് ഹൾക്ക്. ഇന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല. ഇനി പറ്റുകയുമില്ല, പറ്റി തീർക്കുകയുമില്ല. നമുക്ക് ഈ റാമ്പ് നമുക്ക് തകർക്കാം. റാമ്പ് നമ്മൾ തകർത്തുകണേ. എന്താണ് തകർക്കാൻ പറ്റാത്ത? എന്താണ് സീൻ? നമുക്കൊന്നും കൂടി അതേലും ഒന്ന് ചവിട്ടി നോക്കാം. ചവിട്ടിയിട്ട് തകരണല്ലോ. ഒന്നുകൂടി ചവിട്ടി നോക്കാം. ഇതില് നമ്മളെ റാമ്പ് തകർന്നാണോ? ഇവിടെ കുറച്ച് കാറുകളൊക്കെ നമുക്ക് കാണാമല്ലോ. ആരുടെയാണ്? ആരുടെയും ഇവിടെ ഇനി കാറുകളൊന്നും പാടില്ല. ഇവിടെ ഞാൻ തീരുമാനിക്കുക എന്തൊക്കെയാണെന്ന്. ഇറക്കി കൊണ്ടാടെ ഇവിടുത്തെ കാറുകളെ. നമുക്ക് ഏതായാലും ഈ കാറുകളൊക്കെ പൊട്ടിക്കാം. ആദ്യത്തെ കാർ നമ്മൾ പൊട്ടിച്ചേനെ. അടുത്ത കാറും പൊട്ടിക്കാം. അതും പൊട്ടിച്ചു. ഇനി അടുത്തതും പൊട്ടിക്കാം. ഇനി ഒന്നും കൂടി ഉണ്ട്. നമുക്ക് പൊട്ടിക്കണോ? അല്ലേ വേണ്ട, നമുക്ക് പൊട്ടിക്കണ്ട. ഇത് നമുക്ക് ഇവിടെ ഒരു വണ്ടിയൊക്കെ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ വണ്ടിയിലോട്ടൊന്ന് കയറാം. ഇത് കൂടെ അല്ല കയറല്, അപ്പുറത്ത് കൂടെയാണ് കയറല്. ഇയാൾക്ക് എന്തൊരു പൊട്ടനല്ലേ. ഇത് കൂടെ നമുക്ക് വണ്ടിയില്ലാതെയാണ് കയറാം. ഇതൊക്കെ എനിക്കത്തെ ചെറിയൊരു റിമോട്ടുകാരൻ്റെ വലിപ്പമുള്ളല്ലോ. എന്താണ് ഈ വണ്ടി? അത് ഡിഫൻഡർ, ചെറിയത വണ്ടിയാണ്. ഇവിടുത്തെ കാറുകളൊക്കെ നശിപ്പിച്ച്. ഇനി ഇവിടുത്തെ ആടിഞ്ഞ ആരാണാവോ? അവൻ എന്നോട് ചോദിച്ചു തരാണ്. അവനെ അങ്ങ് തീർത്തേക്കാം. ഞാനാണ് ഹാൾ. ഞാൻ ഈ നാട് ഫുള്ള് നശിപ്പിക്കും. നാട് നശിപ്പിച്ച് ഞാൻ മടങ്ങും. ഞാൻ അങ്ങനെ എല്ലാ നാടും നശിപ്പിക്കും. എനിക്ക് ഇങ്ങനത്തെ ഒരു 3 ആടും കൂടി നശിപ്പിക്കാനുള്ളൂ. നമ്മളിവിടെ സിറ്റിയിലോട്ട് വന്നു. അപ്പോൾ അവിടെ എന്തുണ്ട് നമ്മളൊന്ന് നോക്കുകയാണ്. സിറ്റിയിൽ പിന്നെ നമ്മളെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു. ഫ്രണ്ട് അയൺമാനാണ്. അയൺമാൻ നമ്മൾ വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടെ ആരോ വന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് തിരഞ്ഞു പിടിച്ച് നോക്കാം ആരെയും ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കാം. എന്തൊക്കെയോ സീൻ ഇവിടെ കേൾക്കാട്ടോ, നമുക്ക് നോക്കാം. അങ്ങനെ പോവുകയാണ്. എന്താണ് സീൻ? ഇവിടെ കുറേ വണ്ടികളൊക്കെ പൊട്ടി കിടക്കുന്നു. ഇത് ആരാക്കിയതാണ്? എന്താണ് സീന്? ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാം. എന്താണ് സീന്? ഇവിടെ ഞാൻ സൂപ്പർ ഹീറോ ചേച്ചിനോട് ചോദിക്കാം. ഹലോ ചേച്ചി, ഇവിടെ എന്താ സംഭവം? എന്ത് സംഭവിച്ചു ഇവിടെ? സൂപ്പർമാനെ, അതെന്താ വെച്ചാൽ ഇവിടെ നമ്മള് ഹൾക്ക് എന്നാണ്ട് ഇവിടെ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി അവൻ പോയി. അതായിരുന്നോ? അപ്പോൾ ഹൾക്കിനെ തീർത്താൽ? ഹൾക്കിനെ എങ്ങനെ ഒന്ന് ഒതുക്കി സൂപ്പർമാനെ? ഓക്കെ ചേച്ചി, നമുക്ക് ഹൾക്കിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കാം. ഹൾക്ക് ഇവിടെ നല്ല കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടല്ലേ? നമുക്ക് എങ്ങനെയോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അവനെ. നമുക്ക് അവനെ അങ്ങ് തീർത്തേക്കാം. നമ്മളെ സിറ്റിനെ കുത്തിത്തിരിപ്പാക്കാൻ നോക്കി അവനെ നമുക്ക് തീർത്തേക്കാം. അല്ല, അവനെ എവിടെ ഉണ്ടാവില്ലേ? ചേച്ചിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വേറെ ചേച്ചിനോടൊന്ന് ചോദിക്കാം. അവനെവിടെ ഉണ്ടാവില്ലേ? നോക്കാം. ടി വിയിലെ ന്യൂസ് കണ്ട് കുറേ അവനെങ്ങോട്ട് പോയി എന്നൊക്കെ ചേച്ചിനോട് ചോദിക്കാം.
ഹലോ ചേച്ചിയാ, ഈ ഹൾക്കിന് കണ്ടിരുന്നോ? അവൻ എങ്ങോട്ടാ പോയതാ അറിയോ? ആ ഒഴുക്കിനെ കണ്ടിരുന്നു. അവന് ഒരു ഡിഫൻഡർ എടുത്ത് ഇങ്ങനെ കറങ്ങാൻ തന്നെ കൊടുക്കാം. ഇവിടെ എല്ലാ വണ്ടിയുമ്പോൾ ഇടിച്ചാണ്ട് അവൻ കറങ്ങാൻ തരാം. ഓ താങ്ക്സ് കേട്ടോ ചേച്ചിയാ, താങ്ക്സ്, വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിഫൻഡറിലാണ് ഹൾക്ക് എന്നാണ് ഇവിടുത്തെ എല്ലാവരും പറയണ്ടേ. നമുക്ക് ഡിഫൻഡറിൻ്റെ ആൾക്കാരെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഡിഫൻഡർ എടുക്കാം. ഇതല്ല ഹൾക്കല്ലത്. അപ്പോൾ നമുക്ക് ഒരു ഡിഫൻഡറിനെ നമുക്ക് നോക്കണം. ഡിഫൻഡറിൻ്റെ നമ്പറൊക്കെ നമുക്ക് ഹൾക്ക് പറഞ്ഞു തന്നാണ്. ഹൾക്കല്ല, നമ്മളെ ചേച്ചി പറഞ്ഞു തന്നാണ്. അപ്പോൾ ഇത് ഏത് വീട്? ഇതൊക്കെ ടോപ്പാണല്ലോ. ഇനിയിപ്പോൾ ഈ ഡിഫൻഡർ ആയിരിക്കും. ഈ ഡിഫൻഡറൊന്നുമല്ല. അപ്പോൾ നമുക്ക് വേറെ ഡിഫൻഡറിലാണ്. ഈ നാട്ടിൽ 3 ഡിഫൻഡറേ ഉള്ളൂ. ഇനിയുള്ള ഡിഫൻഡറിലാണ് നമ്മൾ ആര് കിടക്കണ്ടേ? ഹൾക്ക് കിടക്കണ്ടേ. അപ്പോൾ നമുക്ക് ഹൾക്കിനെ എങ്ങനെയൊന്ന് തീർക്കണം. എന്നിട്ട് നമുക്ക് ഈ നാട് വിടാം. ഓ ഇതാണ് വണ്ടി. ഡിഫൻഡറാണോ? ഒന്ന് എടുത്ത് പോയി ദൂരത്ത് പോയ ആൾക്ക് ഒളിച്ചോടും. അപ്പോൾ നമുക്ക് ദൂരത്ത് പോയി നോക്കാം. ഓ ഇത് ഡിഫൻഡറാണ് എന്ന് തോന്നുന്നില്ല. ഇത് ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ ഇത് ഹൾക്കല്ല. നമുക്ക് ഹൾക്കിനെ തപ്പി ഒന്നും കൂടി പോകാം. ഹൾക്കല്ലത്. അപ്പോൾ ഹൾക്കിന് എവിടെയാണോ ആവോ. നമുക്ക് ഏതായാലും ഹൾക്ക് നോക്കാം. ഓ ഇതാക്കണ ഹൾക്കിൻ്റെ ഡിഫൻഡർ അല്ലത്. ഏതായാലും നമുക്ക് ഹൾക്കിനെ അങ്ങ് തീർത്തേക്കാട്ടോ. ഓ ഓ അപ്പോൾ ഹൾക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഹൾക്കിന് സ്വർഗത്തിലോ നരകത്തിലോ എവിടെ ഉണ്ടാവും. ഹൾക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമാക്കിക്കണേ. ഇവിടെ ഹൾക്കിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. അവരെ നല്ലതായിരിക്കുമോ ആവോ. നമ്മളെ ഇനി സീൻ ഉണ്ടാക്കുമോ അറിയില്ല. അപ്പോൾ നമുക്കിനി ഈ സിറ്റി വിടാം. ഇപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കുറേ ശത്രുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ വൈത്തലിങ്ങനെ വരും. അപ്പോൾ നമുക്ക് സിറ്റി വിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കാണാട്ടെ ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.